പാമ്പുകൾ ഇനി ആപ്പിലാകും. ഫോറസ്റ്റ് ഓഫീസർ റോഷ്നിയുടെ നേതൃത്വത്തിലാണ് സർപ്പ എന്ന മൊബൈൽ ആപ്പിന്റെ പ്രദർശനം. കേരളീയത്തിന്റെ ഭാഗമായാണ് സർപ്പ ആപ്പിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. സമൂഹത്തിൽ പാമ്പിനെ പേടിയില്ലാത്ത ആളുകൾ കുറവായിരിക്കും. ഒരു പാമ്പിനെ കണ്ടാൽ അതിനെ എങ്ങനെ സമീപിക്കണമെന്ന അറിവ് പോലും സമൂഹത്തിന് ഉണ്ടാകണമെന്നില്ല. അത്തരത്തിലുള്ള ശാസ്ത്രീയമായ രീതിയുമായാണ് ഫോറസ്റ്റ് ഓഫീസർ റോഷ്നി കേരളീയം വേദികളിലൊന്നായ വനംവകുപ്പ് ഓഫീസിലെത്തിയത്. കേരളത്തിൽ ആദ്യമായി ശാസ്ത്രീയമായ രീതിയിൽ പാമ്പിനെ നേരിട്ട സ്ത്രീയാണ്. കഴിഞ്ഞ 6 വർഷത്തോളം വിവിധ ഇനം പാമ്പുകളെ പിടിക്കുന്ന സ്ത്രീ. അശാസ്ത്രീയമായ രീതിയിൽ പാമ്പിനെ പിടിക്കുന്നവർക്കൊരു മുന്നറിയിപ്പായാണ് ഗവൺമെന്റ് സർപ്പ എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ രംഗത്തിറക്കിയത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് സർപ്പ അഥവാ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ എന്ന ആപ്പ് വികസിപ്പിച്ചെടുത്തത്. പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഫോട്ടോ എടുക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേടിച്ചിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ കേരളത്തിലെ 850ഓളം റെസ്ക്യൂവേഴ്സ് ഉണ്ട്, ലൈസൻസ്ഡ് റെസ്ക്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫോൺ നമ്പേഴ്സ് എല്ലാം അതിലുണ്ടാവും. നമുക്ക് തൊട്ടടുത്തുള്ള ആളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഉടനെ വന്ന് അതിനെ റെസ്ക്യൂ ചെയ്യും. എല്ലാ ജില്ലകളിലും ഈ രംഗത്ത് പരിശീലനം ലഭിച്ച ആളുകളാണ് ഈ ആപ്പിലൂടെ സേവനം നടത്തുക. പാമ്പ് കടിച്ചാലുണ്ടാകുന്ന ചികിത്സാ രീതികളെ പറ്റിയും ഏത് പാമ്പാണെന്ന് അറിയാൻ ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്യാവുന്ന വിദ്യകളും ഇതിലുണ്ട്. ഫോട്ടോ എടുത്ത് ഇമേജ് ഇടുവാണെങ്കിൽ നമ്മുടെ വോളണ്ടിയേഴ്സിന് അതിൻ്റെ ഒരു അലേർട്ട് വരും. GPS വഴി നമുക്കതിൻ്റെ ലൊക്കേഷൻ കിട്ടും. ആ ലൊക്കേഷൻ നോക്കിയിട്ട് ഉടൻ തന്നെ റെസ്ക്യൂർ വന്ന് ആ പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകും. സ്നേക്ക് ബൈറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യണം, ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് തുടങ്ങി പാമ്പുകളെക്കുറിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്തുണ്ട്. ഇത്തരം അവബോധമുണ്ടാക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. പാമ്പുകളെ പറ്റി ഇനി ഭയം വേണ്ട. എന്തു സംശയത്തിനും ആവശ്യങ്ങൾക്കും ഈ ആപ്പ് ഒന്ന് സന്ദർശിച്ചാൽ മതി. കേരളീയം വേദിയിൽ നിന്ന് ക്യാമറാമാൻ സുനിലിനൊപ്പം അർച്ചന രവീന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.